ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആനന്ദവർമ്മ പറയുകയാണ്, കമ്പനിയെ ഈ നഷ്ടത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് എന്തഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് കേൾക്കുന്ന ആദി പറയുകയാണ്, നമ്മുടെ അഖിലായിരുന്നില്ലേ കമ്പനിയുടെ ഓൾ ഇൻ ഓൾ, അതുകൊണ്ട് അഖി തന്നെ ഒരഭിപ്രായം പറയട്ടെ. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, ആദ്യം ഈ അഹങ്കാരിയായ ചെയർപേഴ്സനെ ഇവിടുന്ന് മാറ്റണം, എങ്കിൽ മാത്രമേ കമ്പനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടാവുകയുള്ളൂ. ദേ അരുൺ, ഓഫീസാണെന്നൊന്നും ഞാൻ നോക്കില്ല, നല്ലത് ഞാൻ പറയുമെന്ന് അരുണിനോട് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, അതെ, കുടുംബകാര്യം ചർച്ച ചെയ്യാനൊന്നുമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്, ഓഫീസിലെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ. ഇന്ന് തന്നെ എന്താണെങ്കിലും തീരുമാനമെടുക്കണം. നിനക്ക് ബിസിനസ് കാര്യത്തിൽ നല്ല പ്രാവീണ്യമുള്ളതാണ്. ഈ കമ്പനിയുടെ ഓരോരോ ചുവടുവെപ്പിലും നീയും ഒപ്പമുണ്ടായിരുന്നതാണ്, അതുകൊണ്ട് നീ തന്നെ ഒരു അഭിപ്രായം പറയാൻ വസുന്ധര പറയുമ്പോൾ അഖിൽ പറയുകയാണ്, എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാനൊരു അഭിപ്രായം പറയാം. കമ്പനിയെ രക്ഷിക്കാനുള്ള ആദ്യ മാർഗം അരുണേട്ടൻ പറഞ്ഞത് തന്നെയാണ്. വൈസ് ചെയർപേഴ്സൺ ഐശ്വര്യ മേഡത്തിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു ഞെട്ടലോടെ അഖിലിനെ നോക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ അഖി പഴയ പോലെ കമ്പനി കാര്യങ്ങളിൽ ചുമതല ഏൽക്കണമെന്ന് വർമ്മ പറയുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് വസുന്ധരയും. വൈസ് ചെയർപേഴ്സന്റെ കാര്യത്തിലൊക്കെ നമുക്ക് പിന്നീട് തീരുമാനമുണ്ടാക്കാം. ഇപ്പോൾ അഖി കമ്പനിയുടെ ചുമതലകളെല്ലാം ഏറ്റെടുക്കട്ടെ. അത് തന്നെയാണ് എന്റെയും അഭിപ്രായമെന്ന് ആദി പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ ആദ്യം നടപ്പിലാക്കണം. എന്താ അഖി, നിനക്കെന്താ എന്നോട് ഇത്ര ശത്രുതയെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അത് മാത്രമല്ല, ഇപ്പോഴുള്ള ചെയർപേഴ്സനെ മാറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ശ്യാമയെ നിയമിക്കണം. ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ്, അതെന്താണെങ്കിലും നല്ലൊരു തീരുമാനം തന്നെയാ. അതിനെ ആദിയും അരുണും ശരിവെക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, ശ്യാമ തിരികെ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങും. ഇത് കേൾക്കുന്ന ഐശ്വര്യ ചിരിച്ചുകൊണ്ട് വസുന്ധരയെ നോക്കുകയാണ്. തുടർന്ന് അഖിൽ പറയുകയാണ്, എന്താണെങ്കിലും അമ്മയുടെ തീരുമാനം ഇതുതന്നെയാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ എൻ്റെ പുന്നാര അമ്മയുടെ മനസ്സ് ഒന്നുകൂടി അറിയാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ശ്യാമയുടെ ജീവിതം ഇവിടെ കമ്പനിയിൽ വന്ന് ജോലി ചെയ്ത് തീർക്കാനുള്ളതല്ല, അവൾക്ക് അതിലും വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അല്ലെങ്കിൽ തന്നെയും ഞാൻ ഈ കമ്പനിയിൽ വന്ന് ജോലി ചെയ്യുന്ന കാര്യമൊന്നും നടക്കാനേ പോകുന്നില്ല. അത്യാവശ്യം വരുമാനമുള്ള ഒരു ജോലി എനിക്കിപ്പോഴുണ്ട്. ഞാൻ കടയടച്ചിട്ടാ വന്നത്, എനിക്ക് തിരിച്ചു പോകണം. അത്രയും പറഞ്ഞുകൊണ്ട് അഖിൽ അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധര. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. അരുൺ മേടിച്ചു കൊടുത്ത ഡ്രസ്സെല്ലാം അശ്വതിയെ കാണിക്കുകയാണ് ശ്രീകുട്ടി. അശ്വതിക്ക് അതെല്ലാം കാണുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്കിളിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന്, പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവറ് അശ്വതിയെ ഏൽപ്പിക്കുകയാണ് ശ്രീകുട്ടി. ഇതെന്താ മോളെ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ, അത് പിന്നെ ഇത് അമ്മയുടെ കയ്യിൽ പ്രത്യേകം കൊടുക്കണമെന്നും സൂക്ഷിക്കാൻ പറയണമെന്നും അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇതെല്ലാം എടുത്തു വെക്കില്ലേ, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അശ്വതി ഇത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്വർണ്ണമാലയും കമ്മലുമാണ് ഉണ്ടായിരുന്നത്. ഇത് കാണുന്ന അശ്വതിക്ക് വളരെ സന്തോഷമാവുകയാണ്. പെട്ടെന്ന് തന്നെ അശ്വതി ആ മാലയും കമ്മലും എടുത്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി അത് ഇട്ട് നോക്കുകയാണ്. എൻ്റെ അരുൺ എനിക്ക് വേണ്ടി വാങ്ങിത്തന്ന സമ്മാനം, അത്രയും പറഞ്ഞ് സന്തോഷത്തോടെ ആ മാലയിലേക്ക് നോക്കുകയാണ് അശ്വതി. ഇത് വാങ്ങിത്തന്ന ആളോട് എങ്ങനെയാവുന്നു നന്ദി പറയുക? വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഒരു ഫോട്ടോ അയക്കാമെന്ന് പറഞ്ഞ് അശ്വതി ആദ്യം തൻ്റെ ഫുൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും വേണ്ട, ഐശ്വര്യ എങ്ങാനും കണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിലെ മാലയുടെ മാത്രം ഫോട്ടോ എടുത്ത് അരുൺ അയച്ചു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്രീകുട്ടിയുടെയും അശ്വതിയുടെയും കാര്യമോർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് അരുൺ. അതേസമയമാണ് അരുണിന്റെ ഫോണിലേക്ക് അശ്വതിയുടെ ഫോട്ടോ വരുന്നത്. അശ്വതിയുടെ കഴുത്തിലെ മാല കണ്ട് സന്തോഷത്തോടെ അതിലേക്ക് നോക്കിയിരിക്കുകയാണ് അരുൺ. നന്നായിട്ടുണ്ടല്ലോ, എൻ്റെ അബിക്ക് നന്നായി ചേരുന്നുണ്ട് ഈ മാല. അതേസമയം അങ്ങോട്ടേക്ക് ഐശ്വര്യ വരികയാണ്. മിണ്ടാതെ വരുന്ന ഐശ്വര്യ അരുണിന്റെ ഫോണിലെ ഫോട്ടോ കാണുകയാണ്. ഏതാ പെൺകുട്ടി? അപ്പോൾ നിങ്ങളുടെ ബന്ധം ഇവിടം വരെ വളർന്നല്ലേ? അരുൺ അവൾക്ക് മാലയൊക്കെ വാങ്ങിക്കൊടുത്തല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരുൺ. പെട്ടെന്ന് തന്നെ അരുൺ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് പറയുകയാണ്, ഐശ്വര്യയെ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇത് നമ്പർ എന്തോ മാറി വന്നതാ. എങ്കിൽ ആ നമ്പർ കാണിക്ക്, ഞാൻ നോക്കട്ടെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ എന്തിനാ മറ്റുള്ളവരുടെ ഫോണൊക്കെ എടുത്ത് നോക്കുന്നത്? അതിന് അരുൺ മറ്റുള്ളവരല്ലല്ലോ, എൻ്റെ ഭർത്താവല്ലേ, ഭർത്താവിൻ്റെ ഫോൺ ഭാര്യയ്ക്ക് നോക്കാലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ്, ഭർത്താവിൻ്റെ ഫോൺ നോക്കാനേ ഭർത്താവിനറിയാം, അത് ഭാര്യ നോക്കേണ്ട ഒരാവശ്യവുമില്ല. തുടർന്ന് അരുണിൻ്റെ കയ്യിൽ നിന്നും ഐശ്വര്യ ബലമായി ഫോൺ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യയെ തള്ളി മാറ്റിക്കൊണ്ട് അരുൺ മുറിയുടെ പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് വിഷമത്തോടെ ഐശ്വര്യ പറയുകയാണ്, അതാരാണെങ്കിലും അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്.
മുറിയിലേക്ക് വരുന്ന ശ്യാമ കാണുന്നത് ടെൻഷനോടെ നിൽക്കുന്ന അഖിലിനെയാണ്. എന്താ, എന്തു പറ്റി? കടയിൽ നല്ല തിരക്കായിരുന്നു എന്നൊക്കെ ശ്യാമ ചോദിക്കുമ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ കാര്യമെല്ലാം അഖില് ശ്യാമയോട് പറയുന്നു. എന്നിട്ട് സാറ് സമ്മതിച്ചോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, ഇല്ല, ഞാൻ സമ്മതിച്ചില്ല. എന്താ സാറ് സമ്മതിക്കാഞ്ഞത്? അത് നമ്മുടെ കമ്പനിയല്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നു. അതാ ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, കൂടുതലൊന്നും ആലോചിക്കേണ്ട, സാർ എന്താണെങ്കിലും ആ സ്ഥാനം ഏറ്റെടുക്കണം. കേൾക്കുന്ന അഖില് പറയുകയാണ്, ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഇത് കേൾക്കുന്ന ശ്യാമ സംശയത്തോടെ അഖിലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.